ഞാനും നിഷ ചേച്ചിയും കൂടി ഈ പോകുന്നത് കാണുമ്പോൾ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിനിടയ്ക്ക് ടീച്ചേഴ്സ് നമ്മളോട് സ്റ്റാഫ് റൂമിൽ നിന്ന് ചോക്ക് എടുത്തുകൊണ്ട് വരാൻ പറയല്ലേ, അപ്പം നമ്മളൊരുമാതിരി പാട്ടും പാടി ആടിത്തുള്ളി പോവല്ലേ എന്ന് പറഞ്ഞ പോലെ ഇല്ലേ. ഞങ്ങൾ ജോലിക്കിടയിൽ നിന്ന് ഇറങ്ങിയേക്കുന്നതാണേ. എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഒരു വാക്സിൻ എടുക്കാൻ. അങ്ങനെ നോക്കിയപ്പോൾ ദേ ഒരു ഫ്ലൈറ്റ് പോകുന്നു. നമുക്ക് ഫ്ലൈറ്റ് പിന്നെ എപ്പോൾ കണ്ടാലും നമ്മൾ വിടുമോ? നമ്മളത് വായി നോക്കി നിൽക്കും. ഞങ്ങളും വായി നോക്കിയത് കുറച്ച് നേരം. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ വാക്സിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായി. ആദ്യം വൈറ്റൽസ് എടുക്കണം, പിന്നെ ഡോക്ടറിനെ കാണണം, അത് കഴിഞ്ഞിട്ട് വേണം വാക്സിൻ എടുക്കാൻ. അപ്പോൾ അതാണ്ട് അവിടെ നിന്ന് നിഷ ചേച്ചി പരദൂഷണം പറയുന്നു, ഇത് ബ്രില്യം, ഞങ്ങളെല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന. പക്ഷേ എന്നാൽ ഇവൻ എന്തായിരിക്കും ചേച്ചി നെഞ്ചത്തടിക്കാൻ മാത്രമുള്ള കാര്യം പറഞ്ഞേ? എന്തെങ്കിലും ആയിട്ട് എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാന്നായി. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആ മന്ദബുദ്ധികൾ 2 ഫോട്ടോ എടുക്കാനെന്ന് വിചാരിച്ചു നിന്നു. എന്നാൽ പിന്നെ ഫോട്ടോ എടുത്തേക്കാം. അങ്ങനെ ചേച്ചിക്കുള്ള വിളി വന്നു. ചേച്ചി മൂളിപ്പാട്ടും പാടി പോകുന്ന കണ്ടാത്തൊന്നു റേഷൻ കട അരി വാങ്ങിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ കുത്തു കിട്ടാനാണ്. പക്ഷെ ഇതൊക്കെ നിസാരം, വെറും പുല്ല് എന്ന് പറഞ്ഞ് ചേച്ചി ഇറങ്ങി വന്നു. പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമല്ല. ഈ കസറത്തും കാട്ടിക്കൂട്ടലും മാത്രമേ ഉള്ളൂ. കാവടി തുള്ളി പോവും. ആ നിലവിളി ശബ്ദം ഒന്ന് ഇടോ എന്ന് മനസ്സ് ഞാൻ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ പുള്ളിക്കാരത്തോട് ചോദിച്ചു, ഭവതിക്ക് എതിർപ്പില്ലെങ്കിൽ ആ വാക്സിൻ ഞാൻ വായിലെടുത്തു. പക്ഷെ പുള്ളി തൽപരകക്ഷി അല്ലാത്തോണ്ട് സമ്മതിച്ചില്ല. കുഞ്ഞുമണ്ണ് പഠിച്ചിരിക്കുന്നുണ്ടോ? ഓവർ ആക്ഷൻ വേണ്ട, കുറച്ച് മതി. എനിക്ക് മേനെടുത്തു. ചിരിപ്പിക്കരുത്, എന്നിട്ട് വീഡിയോ കുലുകും. ഇതാണ് അവസ്ഥ. കാലും വെട്ടും കൈയും വെട്ടും, വേണ്ടി വന്ന തലയും വെട്ടും, പക്ഷെ ചോര കണ്ടാ ബോധം പോവും എന്ന് പറയുന്ന പോലെ എൻ്റെ അവസ്ഥ. അപ്പോൾ ഒരു കുത്തുകൊണ്ട നേഴ്സിന്റെ കഥ ഇവിടെ തീരുന്നു. അപ്പം ശരി, പോയേച്ചും വരാം.